Good morning, dear students. ഇന്ന് നമ്മൾ ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ഒരു പുതിയ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ഡിസ്ചാർജ് ഇൻ ഓപ്പൺ ചാനൽസ്. ഇക്വേഷൻസ് ഫോർ ഫൈൻഡിങ് ഔട്ട് ഡിസ്ചാർജ്. അപ്പം നമുക്കറിയാം, പൈപ്പ് ഫ്ലോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിസ്ചാർജ് നമ്മൾ ടേം പഠിച്ച ഉടനെ നമ്മൾ പൈപ്പ് ഫ്ലോയിലൊക്കെ ഡിസ്ചാർജ് Q ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്നാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ ഇവിടെയും സെയിം ആണ് കൺസെപ്റ്റ്. ഡിസ്ചാർജ് കാണാനുള്ള ഇക്വേഷൻ ഏരിയ ഇൻറ്റു വെലോസിറ്റി തന്നെയാണ്. പക്ഷേ ഓപ്പൺ ചാനലിൽ ഡിസ്ചാർജിനെ അഫക്റ്റ് ചെയ്യുന്ന വേറെയും ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ഡിസ്ചാർജും വെലോസിറ്റിയും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ നമുക്ക് മെയിനായിട്ട് ഒരു ഇക്വേഷനാണുള്ളത്. ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ഡിസ്ചാർജ് ഓർ വെലോസിറ്റിയാണ് സാധാരണ നമ്മൾ പറയുക. എന്നിട്ട് ആ വെലോസിറ്റി ഇൻറ്റു ഏരിയ ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത്. സോ ദ ഇക്വേഷൻ ഇസ് ഷെസീസ് ഇക്വേഷൻ. ഷെസീസ് ഇക്വേഷനാണ്. നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുന്നിടത്തോളം കാലം മറക്കാൻ പറ്റാത്തൊരു പേരാണ് ഷെസീസ് ഇക്വേഷൻ ഓർ ഷെസീസ് ഫോർമുല ഫോർ ഫൈൻഡിങ് ഔട്ട് ദി വെലോസിറ്റി. അപ്പോൾ ഇക്വേഷൻ ഇസ് V ഈസ് ഈക്വൽ ടു CA റൂട്ട് RS. CA root RS, where C is Chezy's coefficient. C is Chezy's coefficient, and A is wetted area, R is hydraulic radius, and S is the slope of bed of the channel. Okay, നമ്മൾ സാധാരണ ജസ്റ്റ് വെലോസിറ്റി ഡിസ്ചാർജ് കാണുന്നത് പോലെയല്ല, നമുക്ക് വേറെയും ചില ഫാക്ടേഴ്സ് ഇവിടെ ഇൻവോൾവ് ആണ്, അല്ലേ? റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി സ്ലോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് ഈ പൈപ്പ് ഫ്ലോയിൽ നമ്മൾ ജസ്റ്റ് ഏരിയ ഇൻറ്റു വെലോസിറ്റി ചെയ്യായിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഡിസ്ചാർജ് കാണാൻ ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ് ചെയ്യുന്നത്. പക്ഷേ വെലോസിറ്റി കാണാൻ പൈപ്പ് ഫ്ലോയിലൊക്കെയാണ് നമ്മൾ ജസ്റ്റ് റൂട്ട് 2GH ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ആ പൈപ്പ് ഫ്ലോയിലൊക്കെ വെലോസിറ്റി നമ്മൾ ഇതുവരെ എവിടെയാണെങ്കിലും, ഓറിഫൈസിലാണെങ്കിലും വെഞ്ചുറിമീറ്ററിലാണെങ്കിലും എവിടെയാണെങ്കിലും വെലോസിറ്റി കാണാൻ നമ്മൾ റൂട്ട് 2GH എന്ന് പറയുന്നൊരു ഫോർമുല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെലോസിറ്റി സോൾലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഹെഡ്, ഇല്ലേ? പക്ഷേ ഇവിടെ ഓപ്പൺ ചാനലിൽ അങ്ങനെയല്ല. വെലോസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൈഡ്രോളിക് റേഡിയസ് ആൻഡ് സ്ലോപ്പ് ഓഫ് ദ ബെഡ് ഓൾസോ. അപ്പോൾ അത് നമ്മൾ പഠിക്കാനുള്ളത് ഈ ഷെസീസ് ഇക്വേഷൻ്റെ ഡെറിവേഷനാണ്. എല്ലായ്പ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നൊരു തിയറി ക്വസ്റ്റ്യൻ ആണ് ഈ ഡെറിവേഷൻ ഓഫ് ഷെസീസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ഒരു ഫിഗർ വരയ്ക്കണം. ഫിഗർ ഒരു ഓപ്പൺ ചാനലിൻ്റെ ഫിഗറാണ്. അത് ഒരു സ്ലോപ്ഡ് ലൈനാണ്. ഓക്കെ, ഇതാണ് നമ്മളെ റിവർ ബെഡ്. ദെൻ അതിൻ്റെ മേലെ ഇങ്ങനെ വാട്ടർ പോകുന്നുണ്ട്. ഇതിൻ്റെ ഡെപ്ത് Y ആണ്. ഇതാണ് വാട്ടർ സർഫസ്. നമ്മളൊരു റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നൊരു റിവറിനെ, ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന റിവറിൻ്റെ രണ്ട് സെക്ഷൻ എടുക്കുള്ളൊരു കൺട്രോൾ വോളിൽ നമ്മൾ എടുത്തതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിന് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഷെസീസ് ഇക്വേഷനിലേക്ക് എത്തുക? ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കുക. ഈ നമ്മുടെ ബെഡില്ലേ, ഈ ബെഡിൻ്റെ സ്ലോപ്പ് വിത്ത് ഹൊറിസോണ്ടൽ ഇസ് I. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻക്ലൈൻഡ് സർഫസ് ആണ്, ഇത് ഹൊറിസോണ്ടലാണ്. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് സർഫസിന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആൻഡ് നമ്മുടെ ഒറിജിനൽ ഹൊറിസോണ്ടലിനും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ പെർപെൻഡിക്കുലറിനും ഹൊറിസോണ്ടൽ സർഫസിൻ്റെ പെർപെൻഡിക്കുലറിനും ഇടയ്ക്കുള്ള ആംഗിളും I തന്നെ ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ, നമ്മൾ ഒരു റിവറിൻ്റെ ഇങ്ങനെയുള്ളൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ഫോഴ്സസ് ആണ് ഉണ്ടാവുക? ആ ഫോഴ്സസിനാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഷെസീസ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലെറ്റ് L be the length of section, A be the area of flow എന്ന് പറയാം നമുക്ക്, ഓർ വെറ്റഡ് ഏരിയ എന്നൊക്കെ പറയാം. ദെൻ I is the bed slope, അല്ലേ? ബെഡിൻ്റെ ഈ ബെഡ് എത്ര സ്ലോപ്പിലാണ് ഇരിക്കുന്നത് വിത്ത് ഹൊറിസോണ്ടൽ, അതാണ് I. അതിന് നമ്മളിവിടെ രണ്ട് സർഫസിനും നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചിട്ട് ഇവിടെയും I തന്നെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ I is bed slope. ദെൻ V is the mean velocity തന്നെ പറയണം. കാരണം എന്താ, നമ്മൾ മുന്നേ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയിൽ വെലോസിറ്റി യൂണിഫോം ആയിരിക്കില്ല, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കാൽക്കുലേഷനൊക്കെ മീൻ വെലോസിറ്റി വേണം യൂസ് ചെയ്യാൻ.
Then P is wetted perimeter. ഇതൊക്കെ നമ്മൾ geometric elements പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. And F is the frictional resistance per unit velocity per unit area. Frictional resistance per unit area. Okay. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു സെക്ഷൻ എടുത്താൽ ഇവിടെ നമുക്ക് 4 ഫോഴ്സസ് ആണ് ഉണ്ടാവുക. ഒന്ന്, ഈ നമ്മുടെ സെക്ഷനിലുള്ളിലുള്ള വെയിറ്റ് ഓഫ് വാട്ടർ. ദെൻ ഈ ബോട്ടത്തിൽ റിവർ ബെഡിലുള്ള ഫ്രിക്ഷൻ ഉണ്ടാവും. ദെൻ ഈ ഭാഗത്തുള്ള വാട്ടർ പ്രഷർ ഉണ്ടാവും, ഈ ഭാഗത്തുള്ള വാട്ടർ പ്രഷർ ഉണ്ടാവും. മൂന്നാമത് പ്രഷർ അറ്റ് സെക്ഷൻ 1-1 ആൻഡ് ഫോർത്ത് പ്രഷർ അറ്റ് സെക്ഷൻ 2-2. ഈ പ്രഷർ അറ്റ് സെക്ഷൻ 1-1 പ്രഷർ അറ്റ് സെക്ഷൻ 2-2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ ഇറ്റ് ഗെറ്റ് ക്യാൻസൽഡ്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ അപ്പോൾ 2 ഫോഴ്സാണ് ഉണ്ടാവുക, വെയിറ്റ് ഓഫ് വാട്ടറും ഫ്രിക്ഷനും. അപ്പോൾ വെയിറ്റ് നമുക്കറിയാം, വെയിറ്റ് ആക്ട് ചെയ്യുക ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ്. ദെൻ നമുക്ക് ഈ ഒരു ഡെറിവേഷനിൽ നമ്മൾ എടുക്കേണ്ടത് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ എത്രയാണ് വെയിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വെയിറ്റ് W ആണെങ്കിൽ സ്മോൾ w ആണ്. ഇഫ് സ്മോൾ w ഇസ് ദി, എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, സ്മോൾ w ഇസ് ദി സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ and capital W is the total weight within the section. Okay, അപ്പോൾ ഇത് capital W ആണെങ്കിൽ ആൻഡ് ഈ ആംഗിൾ I ആണ്. ഈ ലൈനാണ് ഇവിടെ വരച്ച് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെയാണ്, ഇവിടെയാണ് ആംഗിൾ എങ്കിലും ഈ ആംഗിൾ I തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ വെയിറ്റ് W ആണെങ്കിൽ കോമ്പണൻറ്റ് ഓഫ് വെയിറ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ വിൽ ബി W sin I. Component of weight in the direction of flow. എഴുതിക്കോ സ്റ്റെപ്പ്. Component of weight in the direction of flow is equal to W sin I. അതാണ് ഒരു ഫോഴ്സ്. ആൻഡ് ഇവിടെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ വരിക, എഴുതിക്കോ, F ഇൻറ്റു സർഫസ് ഏരിയ ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. വെലോസിറ്റി റേസ് ടു n ആണ്. നിങ്ങൾ ജസ്റ്റ് വെലോസിറ്റി സ്ക്വയറിന് എഴുതിയാൽ മതി, അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ഫോഴ്സസ്. ഇപ്പോൾ ഫോർ എ കൺട്രോൾ വോളിയം ഈ ഫോഴ്സസ് എന്തിലായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ ഈ 2 ഫോഴ്സിൻ്റെയും ഇക്വിലിബ്രിയം നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ മുന്നേ നമ്മൾ ഈ ഒരു ഇക്വേഷനെയും ഒരു പ്രോപ്പർ ഫോമിലേക്കാക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇത് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണ്. അപ്പോൾ അതിന് നമ്മൾ സ്പെസിഫിക് വെയിറ്റിൻ്റെ ടേമിലേക്കാക്കി മാറ്റുകയാണെങ്കിൽ weight of water between section 1-1 and weight of water between section 1-1 and 2-2 എന്തായിരിക്കും? is equal to capital W into sin I ആണ്. where capital W എന്ന് പറഞ്ഞാൽ small w എന്ന് പറഞ്ഞാൽ capital W by V ആണ്. സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് ഡിവൈഡ് ബൈ വോളിയം ആണ്. അപ്പോൾ സ്പെസിഫിക് വെയിറ്റിൻ്റെ വോളിയം എന്ന് വേണേൽ നമുക്ക് ഈ ക്യാപിറ്റൽ ഡബ്ല്യൂവിനെ എഴുതാം അല്ലേ. സ്പെസിഫിക് വെയിറ്റ് സ്മോൾ w ഇൻറ്റു വോളിയം എന്ന് എഴുതാം നമുക്ക് ക്യാപിറ്റൽ ഡബ്ല്യൂവിനെ, ഇൻറ്റു സൈൻ I ഈക്വൽ ടു W ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ എന്താ വരിക? ഏരിയ ഇൻറ്റു ലെങ്ത്ത് ഇൻറ്റു സൈൻ I. ഇതാണ് വെയിറ്റ് ഓഫ് വാട്ടർ. ഇതേപോലെ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മളൊരു ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാണ്. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് മോഷൻ ഓഫ് വാട്ടർ. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് മോഷൻ ഓഫ് വാട്ടർ ഇസ് ഗിവൺ ബൈ എന്താണ്? F ഇൻറ്റു, അതായത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു സർഫസ് ഏരിയ ഇൻറ്റു V സ്ക്വയർ. F ഇൻറ്റു സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ വരിക? നമ്മൾ ഈ എഴുതിയ A എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷനിലെ ഏരിയ ആണ്. അത് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ കാണാത്തൊരു ഏരിയ ആണ് ക്രോസ് സെക്ഷൻ ഏരിയ. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ വരിക P ഇൻറ്റു വെറ്റഡ് പെരിമീറ്റർ ഇൻറ്റു L ആണ് സർഫസ് ഏരിയ വരിക. അങ്ങനത്തെ ഓർത്ത് വെക്കുക. P ഇൻറ്റു L ആണ് സർഫസ് ഏരിയ വരിക, ഇൻറ്റു
വി സ്ക്വയർ. ഇതാണ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഫോർ ഇക്വിലിബ്രിയം ദീസ് ടു ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ അല്ലേ. അപ്പോൾ നമ്മളതിനെ ഇക്വേറ്റ് ചെയ്യുക. ഫോർ ഇക്വിലിബ്രിയം എഴുതിക്കോ നിങ്ങൾ, ഞാൻ എഴുതുന്നില്ല. ഫോർ ഇക്വിലിബ്രിയം ദീസ് ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ. സോ small w into a into l into sin I is equal to f into p into l into v square. നമ്മൾ എന്തിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കുന്നത്? വിയുടെ ഇക്വേഷൻ അല്ലേ. സോ v square is equal to w a l sin I divided by f into p into l. അപ്പോൾ എല്ലും ക്യാൻസലായി. ഞാൻ ഈ ഓരോ ടേമിനെയും മാറ്റി എഴുതാണ്. ഡബ്ല്യു ബൈ എഫ് ഇൻറ്റു എ ബൈ പി ഇൻറ്റു സൈൻ ഐ. ഓക്കെ, അപ്പോൾ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡബ്ല്യു ബൈ എഫ് ഇൻറ്റു റൂട്ട് എ ബൈ പി ഇൻറ്റു സൈൻ ഐ. ഞാനിങ്ങനെ മാറ്റി, അതായത് റൂട്ട് കൊടുക്കുമ്പോൾ രണ്ടിനും സെപ്പറേറ്റ് റൂട്ട് കൊടുത്തതിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് നിങ്ങളും അതേപോലെ റൂട്ട് ഡബ്ല്യു ബൈ എഫ് എന്ന് എഴുതുക ഇൻറ്റു റൂട്ട് എ ബൈ പി ഇൻറ്റു സൈൻ ഐ എന്ന് എഴുതുക. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഹിയർ ദ ടേം റൂട്ട് ഡബ്ല്യു ബൈ എഫ് ഈസ് നോൺ ആസ് ഷെസീസ് റഫ്നെസ് കോഎഫിഷ്യൻറ്റ് സി. root W by F, specific weight of water divided by frictional resistance F is equal to C, coefficient of Chezy's coefficient of roughness or coefficient of roughness നമുക്ക് സിംപ്ലി പറയാം, അല്ലെങ്കിൽ റഫ്നെസ് കോയിഫിഷ്യൻ്റ് എന്ന് പറയും. ഓക്കെ, ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാനൽ ബോട്ടത്തിൻ്റെ റഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ഈ സി. ചാനൽ ബോട്ടത്തിൽ റബിൾസ് ആണോ അല്ലെങ്കിൽ വെജിറ്റേഷൻ ആണോ, അങ്ങനെ ആ നാച്ചർ ഓഫ് ചാനൽ ബോട്ടത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ഈ സി. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ എഫ്. അത് നമുക്ക് മിക്കവാറും സി എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ തരും. ഡബ്ല്യു ബൈ എഫ് ഒന്നും നമുക്ക് വേണ്ട ആവശ്യം വരാറില്ല. ഡെറിവേഷനിൽ മാത്രമേ നമ്മൾ ഈ ഒരു ടേം യൂസ് ചെയ്യുന്നുള്ളൂ. സോ ആ ഡബ്ല്യു ബൈ എഫിനെ നമുക്ക് എന്ത് ചെയ്യാം? സി റൂട്ട് ഡബ്ല്യു ബൈ എഫിനെ ഞാൻ സി എന്ന് വിളിക്കുകയാണ്. ആൻഡ് ഈ എ ബൈ പി നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? എ ബൈ പി എന്തായിരുന്നു? ഏരിയ, വെറ്റഡ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ ഈസ് ഹൈഡ്രോളിക് റേഡിയസ് ആർ. സോ എ ബൈ പി ക്യാൻ ബി റിട്ടൺ ആസ് ആർ. ആൻഡ് ഫോർ സ്മോൾ ആംഗിൾസ് സൈൻ ഐ ക്യാൻ ബി റിട്ടൺ ആസ് ഐ. മിക്കവാറും ഈ ചാനലിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആയിരിക്കും. അപ്പോൾ സൈൻ ഐ ക്യാൻ ബി റിട്ടൺ ആസ് ഐ. ആൻഡ് അതിനെ ആ ഐ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ചാനൽ ബെഡാണ്. അതിനെ ഞാൻ എസ് എന്നാണ് വിളിക്കുന്നത്. ചില ടെക്സ്റ്റ് ബുക്കിൽ എം എന്ന് വിളിക്കുന്നു, എം അല്ല, എം എന്ന് ആറിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ചില ടെക്സ്റ്റ് ബുക്കിൽ ഐ എന്ന് തന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ വിളിക്കുന്നത് എസ് എന്നാണ്. സോ സൈൻ ഐ ഈക്വൽ ടു, ഫോർ സ്മോൾ ആംഗിൾ സൈൻ ഐ ഈക്വൽ ടു ഐ, അതിനെ ഞാൻ വിളിക്കുന്നത് എസ് എന്നാണ്. സോ സി റൂട്ട് ആർ എസ്. ഇതാണ്, സോറി ഞാൻ ഇവിടെ ആദ്യം പറയുമ്പോൾ സി എ റൂട്ട് ആർ എസ് അല്ല കേട്ടോ, ഇത് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ ആണ്. സി റൂട്ട് ആർ എസ് ആണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. സോ വി ഈസ് ഈക്വൽ ടു സി റൂട്ട് ആർ എസ്. ഓക്കെ, ഇതാണ് Chezy's equation where C is the Chezy's coefficient, R is hydraulic radius and S is bottom slope of the channel. ഇതേ ഇക്വേഷൻ നിങ്ങൾ ബെൻസാലിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ സി റൂട്ട് എം ഐ എന്ന് കാണാം. ഇവർ ബെൻസാലിൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആറിനെ എം എന്നാണ് വിളിക്കുന്നത്, എസിനെ ഐ എന്നാണ് വിളിക്കുന്നത്. ഹൈഡ്രോളിക് റേഡിയസിനെ അവർ എം എന്നാണ് വിളിക്കാറ്, ബോട്ടം സ്ലോപ്പ് ഓഫ് ബെഡിനെ ഐ എന്നാണ് വിളിക്കുന്നത്. ആ ഒരു നൊട്ടേഷനിലെ ഡിഫറൻസ് ഉണ്ടെന്നാലും നമുക്കിത് മതി. നമുക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു സി റൂട്ട് ആർ എസ് എന്നുള്ള ഇക്വേഷൻ മതി. ഇവിടെ നിങ്ങൾ ഓർക്കണം, തിരുത്തണം. വി ഈസ് ഈക്വൽ ടു സി എ റൂട്ട് ആർ എസ് അല്ല, സി റൂട്ട് ആർ എസ് ആണ്. ഞാൻ പറയുമ്പോൾ മാറിയതാണ്. അത് ഡിസ്ചാർജിൻ്റെ ഇക്വേഷനാണ് സി എ റൂട്ട് ആർ എസ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? സി റൂട്ട് ആർ എസ് എന്ന് കിട്ടിയില്ലേ? സോ ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു എന്താ? ഏരിയ ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഇസ് ഏരിയ ഇൻറ്റു സി റൂട്ട് ആർ എസ്, ദാറ്റ് ഇസ് സി എ റൂട്ട് ആർ എസ്. ഇതാണ് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഡെറിവേഷൻ ചെയ്യുന്നത് Chezy's ഇക്വേഷൻ്റെ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ആൻഡ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ എ റെക്ടാങ്കുലർ ചാനൽ ഓഫ് 6 meter width and 3 meter depth when it is running full. The channel is having bed slope as 1 in 2000. Take Chezy's constant C is equal to 55. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. വെലോസിറ്റി ഓഫ് ഫ്ലോയും റേറ്റ് ഓഫ് ഫ്ലോയും ആണ് കാണേണ്ടത്. എന്തൊക്കെ തന്നിട്ടുള്ളത്? വിഡ്ത്ത് ഓഫ് ചാനൽ ബി തന്നിട്ടുണ്ട് 6 meter, ഡെപ്ത്ത് തന്നിട്ടുണ്ട് 3 meter, റണ്ണിങ് ഫുള്ളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡെപ്ത്ത് ഫുൾ ഡെപ്ത്ത് തന്നെയാണ് എടുക്കേണ്ടത്. നമ്മൾ ഏരിയ ഓഫ് ഫ്ലോ കാണുമ്പോഴും ഡെപ്ത്ത് ഫുൾ ഡെപ്ത്ത് തന്നെയാണ് എടുക്കേണ്ടതെന്നാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ചാനൽ ഈസ് ഹാവിങ് ബെഡ് സ്ലോപ്പ് ആസ് 1 in 2000 എന്ന് പറഞ്ഞാൽ ഓർക്കണം, ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ബെഡ് സ്ലോപ്പ് എപ്പോഴും
1 in 2000 അല്ലെങ്കിൽ 1 in 1000, 1 in 1500 അങ്ങനെയൊക്കെയാണ് തരിക. അങ്ങനെ തന്നാൽ നമ്മൾ എസ് അല്ലേ ബെഡ് സ്ലോപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേം നമ്മുടെ ഇക്വേഷനിൽ. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 1 in 2000 എന്നാണ് ബെഡ് സ്ലോപ്പ് തന്നതെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു 1/2000 അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ പിന്നെ തന്നത് ഷെസീസ് കോൺസ്റ്റൻറ്റ് 55 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനൊരു പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ ആദ്യം റെക്റ്റാങ്കുലർ ചാനലാണ് അതിൻ്റെ ഒരു ഫിഗർ വരച്ചേക്കുക. ഫിഗറിന് മാർക്ക് ഉണ്ടാവും. സോ വിഡ്ത്ത് 6 മീറ്റർ, ഡെപ്ത്ത് 3 മീറ്റർ ആൻഡ് ഇത് റണ്ണിങ് ഫുള്ളാണ്. സോ നമുക്ക് ഡെപ്ത്ത് ഓഫ് ഫ്ലോയും 3 മീറ്റർ തന്നെ എടുക്കാം. ഇനിയിപ്പോൾ റണ്ണിങ് ഫുള്ളല്ല, കുറച്ച് ഡെപ്ത്ത് ഓഫ് ഫ്ലോ ആണ്, അത് നിങ്ങൾ ആലോചിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ 3 മീറ്റർ ആണ് ഡെപ്ത്ത്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കാണാനാണ് ആദ്യം പറഞ്ഞത്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു C√RS, വെർ R ഈസ് ഈക്വൽ ടു ഏരിയ, വെറ്റഡ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ. വെറ്റഡ് ഏരിയ എസ് BY നമ്മൾ ജോമെട്രിക് എലിമെൻറ്റ് ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ ഇസ് B+2Y, that is 6 into 3 divided by 6 plus 2 into 3. ഒന്നുകൂടെ പറയാം. R എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏരിയ ബൈ പി ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ദാറ്റ് ഇസ് വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് 6 into 3. വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 3 സൈഡിൻ്റെ സമ്മ. അപ്പോൾ 3 + 6 + 3, 3 + 6 + 3 ആണ് വെറ്റഡ് പെരിമീറ്റർ. സോ എന്ത് കിട്ടും, അതിനാണ് ഞാൻ ഇവിടെ എഴുതിയത്. അത് നമ്മൾ ഇക്വേഷൻ ഇന്നലെ ജോമെട്രിക് എലിമെൻറ്റ്സ് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ അറിയുന്നവർ നേരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അല്ലാത്തവർ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ R = A/P. P എന്ന് പറഞ്ഞാൽ ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡാണ്. ചെയ്താൽ എത്ര കിട്ടും? P or R = 1.5 എന്ന് കിട്ടും. 1.5 meters ആണ് വരിക. ഓക്കെ, സോ velocity is equal to C is 55 into √R is 1.5 and S is 1/2000. ചെയ്താൽ 1.506 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് വെലോസിറ്റി കിട്ടുന്നത്. ആൻഡ് Q, പിന്നെ നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? റേറ്റ് ഓഫ് ഫ്ലോ കാണാൻ പറഞ്ഞിട്ടില്ലേ? സോ Q is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് is equal to ഏരിയ is 6 into 3 അല്ലേ? 6 into 3 എത്രയാ? 18 ഇൻറ്റു വെലോസിറ്റി ഈസ് 1.506 ഈക്വൽ ടു 27.108 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റ് പ്രോബ്ലം is a flow of water of 100 liters per second flows down in a rectangular flume of width 600 mm and having adjustable bottom slope. If Chezy's constant C is 56, find the bottom slope necessary for uniform flow with a depth of flow of 300 mm. Also find the conveyance K of the flume. അതായത് നമുക്ക് ഒരു ഫ്ലൂം എന്ന് കേട്ട് പേടിക്കേണ്ട നിങ്ങൾ. ഫ്ലൂം എന്ന് പറഞ്ഞാൽ ചാനൽ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു റെക്റ്റാങ്കുലർ ഫ്ലൂം ഓർ റെക്റ്റാങ്കുലർ ചാനൽ ഉണ്ട്, അതിൻ്റെ വിഡ്ത്ത് 600 mm ആണ്. അതിലൂടെയുള്ള ഡിസ്ചാർജ് 100 ലിറ്റർ പെർ സെക്കൻഡ് ആണ്. അതിൻ്റെ C 56 ആണ്. ആൻഡ് ഡെപ്ത് ഓഫ് ഫ്ലോ 300 mm ആണ്. കാണാൻ പറഞ്ഞത് എന്താണ്? ബോട്ടം സ്ലോപ്പാണ് അല്ലേ? അഡ്ജസ്റ്റബിൾ ബോട്ടം സ്ലോപ്പാണുള്ളത്. അതായത് നമുക്ക് ബോട്ടം സ്ലോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓൾറെഡി അവിടെ നമുക്കിപ്പോൾ ചില ചാനലൊക്കെ, നാച്ചുറൽ ചാനൽസിലൊക്കെ നമുക്ക് ബോട്ടം സ്ലോപ്പ് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ കനാലൊക്കെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ച് മണ്ണിട്ടിട്ടോ അല്ലെങ്കിൽ കുറച്ച് മണ്ണ് എക്സ്കവേറ്റ് ചെയ്തിട്ടോ ഒക്കെ ബോട്ടം സ്ലോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടം സ്ലോപ്പാണ് നമ്മളെ സിറ്റുവേഷനിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു 100 ലിറ്റർ പെർ സെക്കൻഡ് ഫ്ലോ ഉണ്ടാവാൻ വേണ്ട ബോട്ടം സ്ലോപ്പ് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഒന്നുമില്ല, ഇങ്ങനെ എന്ത് കണ്ടാലും നമുക്ക് ഷെസീസ് ഇക്വേഷനാണുള്ളത്. V is equal to C√RS, ഓർ ഇവിടെ നമുക്ക് ഡിസ്ചാർജ് തന്നുകൊണ്ട് നമുക്ക് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. Q is equal to CA√RS ആണ് യൂസ് ചെയ്യേണ്ടത്. അതിൽ S കണ്ടുപിടിക്കാം. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത്? ഒരു റെക്റ്റാങ്കുലർ ചാനലാണ്. വിഡ്ത്ത് 600 mm എന്ന് പറഞ്ഞാൽ 0.6 മീറ്റർ, ഡെപ്ത്ത് 300 mm എന്ന് പറഞ്ഞാൽ 0.3 മീറ്റർ. ഓക്കെ, അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു എത്ര വരിക? 0.6 × 0.3, ദാറ്റ് ഇസ് 0.18 മീറ്റർ സ്ക്വയർ.
അല്ലേ? 0.6 ഇൻറ്റു 0.3 ആയിരിക്കും ഏരിയ വരിക. ദെൻ ആർ കാണണമെങ്കിൽ നമുക്ക് പി വെറ്റഡ് പെരിമീറ്റർ പി വേണം. വെറ്റഡ് പെരിമീറ്റർ പി എന്ന് പറഞ്ഞാൽ ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡാണ്. 0.3 പ്ലസ് 0.6 പ്ലസ് 0.3 ആയിരിക്കും വെറ്റഡ് പെരിമീറ്റർ. അത് നമുക്ക് കിട്ടുക 0.3 പ്ലസ് 0.6 പ്ലസ് 0.3 ദാറ്റ് ഇസ് നമുക്ക് തോന്നുന്നു 1.2 മീറ്റർ ആയിരിക്കും അല്ലേ? 1.2 മീറ്റർ ആയിരിക്കും. ദെൻ ആർ ഈസ് ഈക്വൽ ടു നമുക്കറിയാം എ ബൈ പി ആണ്. ദാറ്റ് ഇസ് 0.18 ഡിവൈഡ് ബൈ 1.2 ചെയ്താൽ നമുക്ക് 0.15 കിട്ടും. 0.15 മീറ്ററിന് കിട്ടും. അപ്പം നമുക്ക് ഈ ഇക്വേഷനിൽ സി അറിയാം എത്രയാണ്? 56 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു 0.18, ആർ കണ്ടുപിടിച്ചു 0.15, ക്യൂ നമുക്കറിയാം 100 ലിറ്റർ പെർ സെക്കൻഡ് ആണ് തന്നത്. ക്യൂ 100 ലിറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മീറ്റർ ക്യൂ പെർ സെക്കൻഡിലേക്ക് ആക്കണം. 100/1000 ദാറ്റ് ഇസ് 0.1 മീറ്റർ ക്യൂ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ എല്ലാ ക്വാണ്ടിറ്റീസ് നമുക്ക് കിട്ടി എക്സെപ്റ്റ് എസ് അല്ലേ? എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ക്യൂ ഈസ് 0.1 ഇൻറ്റു സി ഈസ് 56 ഇൻറ്റു ഏരിയ ഈസ് 0.18 ഇൻറ്റു ആർ ഇസ് 0.15 ഇൻറ്റു എസ്. നമ്മളിതിനെ സ്ക്വയർ ചെയ്യുക രണ്ട് ഭാഗത്തും. അപ്പോൾ എന്ത് ചെയ്യും? 0.1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 56 സ്ക്വയർ ഇൻറ്റു 0.18 സ്ക്വയർ ഇൻറ്റു 0.15 ഇൻറ്റു എസ് എന്ന് വരും ഇല്ലേ? അപ്പോൾ അതിന് എസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എസ് ഈസ് ഈക്വൽ ടു കിട്ടുക 0.000984418 എന്നാണ്. 0.000098418. ഓക്കെ, അപ്പം ഇങ്ങനൊരു വാല്യൂ കിട്ടിയാൽ നമ്മൾ അതേപോലെ എഴുതി വെക്കരുത്. നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ കണ്ടില്ലേ, അവർ എന്ത് വൃത്തിക്കാണ് എസിൻ്റെ വാല്യൂ തന്നത്? 1 in 2000 അങ്ങനെ എഴുതുന്നത്. അല്ലാണ്ട് ഇങ്ങനെ 0.000 ആണോ? അങ്ങനെയാണോ അവർ ക്വസ്റ്റ്യനിൽ തന്നത് എസിൻ്റെ വാല്യൂ? അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതേ സ്റ്റാൻഡേർഡിൽ എസിൻ്റെ വാല്യൂ അവർക്ക് തിരിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പം എങ്ങനെയാണ് ആ ഒരു വാല്യൂ കണ്ടുപിടിക്കുക? നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക. എന്നിട്ട് ആ കാൽക്കുലേറ്ററിൽ 1/0.000098418 എന്ന് ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഓൾമോസ്റ്റ് 1524 ആയിരിക്കും. അപ്പം നിങ്ങൾ എഴുതുക സ്ലോപ്പ് ഇസ് 1 in ഈ കിട്ടിയ വാല്യൂ 1 in 1524. ഇതാണ് ഐ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഒരിക്കലും എസ് ഇങ്ങനെ കിട്ടി ഇതേപോലെ എഴുതി വെക്കരുത്. 1 in ആ വാല്യൂ ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. 1 in ആ കിട്ടിയ വാല്യൂ എന്ന് എഴുതി വെക്കണം. അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് റൈറ്റിംഗ് സ്ലോപ്പ്. ഓക്കെ, പിന്നെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടില്ലേ? എന്താണ്? ഓൾസോ ഫൈൻഡ് ദ കൺവേയൻസ് കെ ഓഫ് ദ ഫ്ലൂം. അപ്പോൾ കൺവേയൻസ് നമുക്ക് തിയറി ആയിട്ടും ചോദിക്കാറുണ്ട്. കൺവേയൻസ് ഇസ് എ term used to denote the carrying capacity of the channel, and in the expression Q is equal to CA root RS, the terms CA root R is known as conveyance K. Okay, CA root R, the term CA root R is known as conveyance K. കൺവെൻസിനെ കെ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ഈക്വൽ ടു CA root R. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സി എത്രയാണ്? 56 ആണ്. ഏരിയ നമുക്ക് 0.18 ആയിരുന്നു. ആൻഡ് ആർ എസ് 0.15 ചെയ്ത് നമുക്ക് കൺവെയൻസ് 3.9039 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ബെഡ് സ്ലോപ്പ് യൂണിറ്റി ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്ചാർജ് ആണ് ഈ കൺവേയൻസ്. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, അത് ഓർത്ത് വെക്കണം. ആൻഡ് എക്സാമിന് ചോദിച്ചാൽ കൺവേയൻസ് ഈസ് ദി മെഷർ ഓഫ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് എ ചാനൽ, ആൻഡ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഷെസീസ് ഇക്വേഷൻ ആസ് Q ഈസ് ഈക്വൽ ടു CA root RS ആണ് ഷെസീസ് ഇക്വേഷൻ. അതിൽ CA root R ആണ് കൺവേയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ഡിസ്ചാർജ് ഡെവലപ്ഡ് വെൻ സ്ലോപ്പസ് യൂണിറ്റി. സ്ലോപ്പ് 1 ആകുമ്പോഴല്ലേ നമുക്ക് Q ഈസ് ഈക്വൽ ടു CA root R എന്ന് കിട്ടുക. അപ്പോൾ കൺവേയൻസ് K ഈസ് ദി ഡിസ്ചാർജ് ഡെവലപ്ഡ് വെൻ ദ സ്ലോപ്പ് ഇസ് യൂണിറ്റി ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. എത്രയാണ് നിങ്ങൾ അതിൻ്റെ തിയറി ചോദിച്ചാൽ എഴുതേണ്ടത്. പ്രോബ്ലം ചോദിച്ചാൽ നിങ്ങൾ CA root R എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് കൺവേയൻസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബാക്കി പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.